2023 പുറത്തിറങ്ങിയ ജാപ്പനീസ് ചലച്ചിത്രം വൺസ് അപ്പോൺ എ ക്രൈമിന്റെ കഥയാണ് ഇന്ന് നിങ്ങൾ സിനിമാ കഥയിലൂടെ കേൾക്കാനായി പോകുന്നത്. കഥയെ ആരംഭിക്കുന്നത് ഒരു നരേറ്ററുടെ വിശദീകരണത്തോടെയാണ്. ഒരു കൊച്ചു പെൺകുട്ടിക്ക് തന്റെ മുത്തശ്ശിയിൽ നിന്നും റെഡ് വെൽവെറ്റ് കൊണ്ട് മേഡ് ചെയ്ത റൈഡിംഗ് ഹുഡ് ലഭിച്ചിരുന്നു. തന്റെ ജീവിതത്തിലെ ഓരോ നല്ല മുഹൂർത്തങ്ങളിലും അഡ്വഞ്ചർ ട്രിപ്പുകളിലുമെല്ലാം അവൾ ആ മേലങ്കി ധരിച്ചു. പതിയെ പതിയെ ലിറ്റിൽ റെഡ് റൈഡിംഗ് ഹുഡ് എന്ന പേരും അവൾക്ക് വന്നു ചേർന്നു. കഥയെ അവിടെ നിന്നും റെഡിലേക്ക് തിരിയുന്നു. റെഡ് എന്ന സ്പെൻഹോഗനിലേക്ക് കാടിനകത്തുകൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയിൽ കാടിനകത്തു വെച്ച് അവൾ ഒരു വിച്ചിനെ കണ്ടുമുട്ടി. ബാർബറ എന്നായിരുന്നു ആ മന്ത്രവാദിനിയുടെ പേര്. ഏറെ നിർബന്ധ ബുദ്ധിയുള്ള ശാഠ്യക്കാരിയായ മന്ത്രവാദിനി ബാർബറയെ അവഗണിച്ച് റെഡ് മുന്നോട്ടു പോകുവാൻ ശ്രമിച്ചു. പക്ഷേ റെഡിന് ഒരു ജോഡി മാജിക്കൽ ഷൂസ് നൽകണം എന്ന് ബാർബറ ശാഠ്യം പിടിച്ചു നിന്നു. വേണ്ടെന്ന് പറഞ്ഞ് മര്യാദ രീതിയിൽ അത് ഡിക്ലൈൻ ചെയ്ത് റെഡ് മുന്നോട്ട് നടന്നു. പക്ഷേ ബാർബറ റെഡിന്റെ പിന്നാലെ വന്ന് നിർബന്ധിക്കാൻ തുടങ്ങി. ഒടുവിൽ മനസ്സിലാ മനസ്സോടെ അത് സ്വീകരിക്കാൻ റെഡ് തയ്യാറായി. ബാർബറ തന്റെ മന്ത്രം പ്രയോഗിച്ചു. പക്ഷേ നിർഭാഗ്യവശാൽ നല്ല രീതിയിലിരുന്ന റെഡിന്റെ ഷൂസ് മന്ത്രം കാരണം മോശാവസ്ഥയിലാവുകയായിരുന്നു ചെയ്തത്. അതിലാകെ ചെളി പുരണ്ടു. റെഡിന് അടുത്തുള്ള അരുവിയിൽ പോയി അത് കഴുകേണ്ട വന്നു. ബാർബറ അങ്ങോട്ടേക്കും എത്തി റെഡുമായി സംസാരിച്ചു നിൽക്കാൻ ആരംഭിച്ചു. സംസാരത്തിൽ മുഴുകിയപ്പോൾ റെഡിന്റെ ശ്രദ്ധയും അല്പമൊന്നു മാറിയിരുന്നു. നിർഭാഗ്യവശാൽ അതോടെ കഴുകിക്കൊണ്ടിരുന്ന ഷൂവും വെള്ളത്തിൽ ഒഴുകിപ്പോയി. ഒടുവിൽ നഗ്നപാതിയായി റെഡിന് തന്റെ യാത്ര തുടരേണ്ടി വന്നു. അവൾ യാത്ര ചെയ്ത് മുമ്പോട്ട് പോകവേ തന്റെ ഷൂ ധരിച്ച് ജോലി നോക്കുന്ന ഒരു പെൺകുട്ടിയെ അവൾ ശ്രദ്ധിച്ചു. റെഡ് ആ പെൺകുട്ടിയുടെ അടുത്തെത്തി തന്റെ ഷൂവിനെ പറ്റി ചോദിക്കുകയും അത് തന്റേതാണെന്ന് പറഞ്ഞ് ആവശ്യപ്പെടുകയും ചെയ്തു. നല്ലൊരു പെൺകുട്ടിയായിരുന്നു അവൾ. റെഡിന്റെ ഷൂസ് ഉടനടി അവൾ റെഡിന് തിരികെ നൽകി. സിൻഡ്രല എന്ന പേര് പറഞ്ഞ് തന്നെ സ്വയം പരിചയപ്പെടുത്തുകയും ചെയ്തു. റെഡ് ആ നിമിഷം തന്റെ ഒബ്സർവേഷൻ സ്കിൽ ഉപയോഗിച്ച് സിൻഡ്രലയെ മൊത്തമായൊന്ന് നിരീക്ഷിച്ചു. വളരെ പെട്ടെന്ന് തന്നെ ആ നിരീക്ഷണത്തിൽ സിൻഡ്രലയുടെ സ്റ്റെപ്പ് മദറും സ്റ്റെപ്പ് സിസ്റ്റേഴ്സും അവളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഒരു സർവന്റിനെ പോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നും റെഡ് മനസ്സിലാക്കി. റെഡ് അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ സിൻഡ്രല അത് സമ്മതിച്ചു. തന്റെ സ്റ്റെപ്പ് മദറും സ്റ്റെപ്പ് സിസ്റ്റേഴ്സായ ആനും മാർഗ്രറ്റും രാജകൊട്ടാരത്തിലെ വിരുന്നിൽ പങ്കെടുക്കാൻ പോകുവാൻ തയ്യാറാവുകയാണ് എന്നും കൂട്ടിച്ചേർത്തു. ആ വിരുന്നിൽ വെച്ച് രാജകുമാരൻ തന്റെ രാജകുമാരിയെ തിരഞ്ഞെടുക്കും എന്ന് പ്രഖ്യാപിക്കപ്പെട്ടിരുന്നു. സിൻഡ്രലയ്ക്കും പോകണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. കാരണം വസ്ത്രധാരണവും മറ്റും നോക്കി വധുവിനെ തിരഞ്ഞെടുക്കുന്ന രാജകുമാരനല്ല അവിടുള്ളത് എന്ന് സിൻഡ്രലയ്ക്ക് കേട്ടുകേൾവിയുണ്ട്. സിൻഡ്രലയുടെ ആഗ്രഹവും മറ്റും കേട്ട അവൾ സിൻഡ്രലയെ സഹായിക്കാൻ തീരുമാനിച്ചു. സിൻഡ്രലയ്ക്കൊപ്പം രാജകീയ വിരുന്നിൽ പങ്കെടുക്കാൻ പോവാൻ റെഡ് തീരുമാനിച്ചു. പക്ഷേ വിരുന്നിന് പ്രവേശിക്കണമെങ്കിൽ അവർക്ക് നല്ല വസ്ത്രങ്ങൾ വേണം. സിൻഡ്രലയുടെ പക്കൽ നല്ല വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ല. ഭാഗ്യവശാൽ മന്ത്രവാദിനി ബാർബറ അങ്ങോട്ടേക്കെത്തി. അവർക്ക് പുതിയ വസ്ത്രങ്ങൾ വാഗ്ദാനം ചെയ്തു. ബാർബറ തന്റെ മന്ത്രശക്തി പ്രയോഗിക്കുകയും സിൻഡ്രലയുടെ വസ്ത്രം രാജകീയ വസ്ത്രത്തിലേക്ക് മാറ്റുകയും ചെയ്തു. പക്ഷേ അപ്പോഴും അവർക്ക് സ്യൂട്ടബിളായ ചെരുപ്പുകൾ വേണമായിരുന്നു. മന്ത്രശക്തി ഉപയോഗിച്ച് ചെരുപ്പുകൾ മാറ്റുന്നതിൽ ബാർബറ വളരെ മോശമാണ് എന്നതിനോടകം വ്യക്തമായി. അതുകൊണ്ട് റിസ്ക് എടുക്കുവാനും അവർ തയ്യാറായിരുന്നില്ല. പിന്നാലെ അങ്ങോട്ടേക്ക് ബാർബറയുടെ നീസായ ടെക്ല കടന്നു വന്നു. ടെക്ലയും ഒരു മന്ത്രവാദിനിയാണ്. തന്റെ മാജിക്കൽ സ്കിൽ ഉപയോഗിച്ച് ടെക്ല അവരുടെ ചെരുപ്പുകൾ മികച്ച ഗ്ലാസ് ഹാൻഡിൽസ് ആക്കി മാറ്റി. പിന്നാലെ ഈ മാജിക്കൽ പവറുകളൊക്കെയും 24 മണിക്കൂറേ നിൽക്കുകയുള്ളൂവെന്നും അത് കഴിഞ്ഞാൽ ഇത് അപ്രത്യക്ഷമാകും എന്നും കൂട്ടിച്ചേർത്തു. മാത്രമല്ല അവർ ധരിച്ചിരിക്കുന്ന ഈ ചെരുപ്പുകൾ മറ്റാർക്കും പാകമാവുകയുമില്ല എന്നും ടെക്ല വ്യക്തമാക്കി. അവർക്ക് പോകുവാൻ വാഹനമില്ലായിരുന്നു. അതോടെ ബാർബറ അതും തന്റെ മന്ത്രശക്തി കൊണ്ടുണ്ടാക്കിയെടുത്തു. ഒരു മത്തങ്ങ ഒരു ക്യാരേജാക്കി മാറ്റുകയും തന്റെ വളർത്തെരിയെ മനുഷ്യരൂപത്തിലുള്ള സാരഥിയുമായി ബാർബറ മാറ്റിയെടുത്തു. എല്ലാം കൊണ്ടും തയ്യാറായ റെഡും സിൻഡ്രലയും വൈകാതെ തങ്ങളുടെ മത്തങ്ങ ക്യാരേജിൽ രാജകീയ വിരുന്നിലേക്ക് പുറപ്പെട്ടു. അവരുടെ യാത്രാമധ്യേ അവരുടെ ക്യാരേജ് എന്തിലോ ഇടിച്ചു നിന്നു. പോൾ ഇറങ്ങി പരിശോധിച്ചപ്പോൾ കണ്ടത് അവരുടെ ക്യാരേജ് എന്തിലോ ഇടിച്ചതായിട്ടായിരുന്നു. അതൊരു മനുഷ്യനെയാണെന്നും ആ മനുഷ്യൻ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നും ഭീതിയോടെ പോൾ വന്നു പറഞ്ഞു. സിൻഡ്രല വന്ന് മരിച്ചു കിടക്കുന്ന വ്യക്തിയെ നോക്കി അത് രാജാവിന്റെ ഹെയർ ഡ്രസ്സർ ഹാൻസ് ആണെന്നും ആരെ വേണമെങ്കിലും അത്രമേൽ ഭംഗിയുള്ളതാക്കാൻ കഴിവുള്ള മികച്ച മേക്കപ്പ് ഹെയർ ആർട്ടിസ്റ്റ് ആണ് അയാളെന്നും സിൻഡ്രല റെഡിനോടും പോളിനോടുമായി പറഞ്ഞു. റെഡ് പിന്നാലെ തന്റെ ഡിറ്റക്റ്റീവ് സൂക്ഷ്മ നിരീക്ഷണ സ്കില്ലുകൾ ഉപയോഗിച്ചു. നമ്മുടെ ക്യാരേജ് ഒന്നും ഇടിച്ചല്ല ഹാൻസ് മരണപ്പെട്ടതെന്നും ഹാൻസിന്റെ തലയിൽ സാരമായ ഒരു ഇഞ്ചുറി ഏറ്റിട്ടുണ്ട്, അതാണ് മരണകാരണമെന്നും ഒബ്സർവേഷനിലൂടെ റെഡ് മനസ്സിലാക്കി. ആരോ ക്യാരേജിന്റെ മുമ്പിൽ ബോഡി കൊണ്ടുവന്നിടുകയും അതൊരു ആക്സിഡന്റ് പോലെ വരുത്തി തീർക്കാൻ ശ്രമിക്കുകയുമായിരുന്നിരിക്കണം എന്നും റെഡ് അവരോടായി പറഞ്ഞു. അവരിപ്പോൾ അതോറിറ്റീസിനെ വിവരം അറിയിച്ചാൽ
പാർട്ടിക്ക് പോകുവാൻ അവർ ലേറ്റാകും. അതുകൊണ്ട് തന്നെ ഹാൻസിന്റെ ബോഡി ഇലകൾ കൊണ്ട് അതേ റോഡിന്റെ ഒരു വശത്ത് മൂടിയിട്ട് അവർ തങ്ങളുടെ യാത്ര തുടർന്നു. മാത്രമല്ല അന്വേഷണവുമായി ബന്ധപ്പെട്ട വള്ളിക്കെട്ടുകൾക്കൊന്നും അവർക്ക് താല്പര്യവും ഉണ്ടായിരുന്നില്ല. യാത്രയ്ക്കൊടുവിൽ അവർ രാജകൊട്ടാരത്തിലെത്തി. അവർ കൊട്ടാരത്തിനകത്തേക്ക് കയറാൻ നോക്കുമ്പോൾ മോശം വസ്ത്രധാരണത്തിൽ എത്തിയിരുന്ന ഒരു സ്ത്രീയെ അകത്തേക്ക് കയറ്റിവിടാതെ ഗാർഡുകൾ തടയുക പോലും ചെയ്യുന്നുണ്ടായിരുന്നു. റെഡും സിൻഡ്രലയും ഒടുവിൽ വിരുന്നു നടക്കുന്ന ഹാളിലേക്കെത്തി. സിൻഡ്രലയുടെ സ്റ്റെപ്പ് സിസ്റ്ററും മൂത്ത അർദ്ധ സഹോദരി ആനും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇളയ സഹോദരി മാർഗറ്റിനെ അവിടെ കാണാനുമില്ല. മാർഗറ്റ് എവിടെ പോയെന്ന് ആനിനും സ്റ്റെപ്പ് മദറിനും പോലും ഉറപ്പുണ്ടായിരുന്നില്ല. ആനിന്റെ നീണ്ട മുടി അന്ന് രാവിലെ ഹാൻസ് വെട്ടിയിരുന്നു. ഷോർട്ട് ഹെയർ ആണ് ഇപ്പോൾ ആനിനുള്ളത്. അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ രാജകുമാരന് ചെറിയ മുടിയുള്ള പെൺകുട്ടികളെ ഇഷ്ടം, അവരാ ബ്യൂട്ടിഫുള്ളായി കാണപ്പെടുന്നത് എന്ന് ഹാൻസ് തന്നോട് പറഞ്ഞിരുന്നു എന്നമ്മ ആനിനെ അറിയിച്ചു. വൈകാതെ രാജകീയ വിരുന്നിലേക്ക് രാജാവ് ബോവില്ലും രാജകുമാരൻ ഗിൽബർട്ടും കടന്നു വന്നു. വൈകാതെ പാർട്ടി ആരംഭിച്ചു. രാജാവ് ഗിൽബർട്ടിനോട് ഗിൽബർട്ടിന്റെ ഡാൻസ് പാർട്ട്ണറെ, അതായത് വധുവിനെ കണ്ടെത്തുവാൻ സൂചന നൽകി. ഗിൽബർട്ട് തിരഞ്ഞെടുത്തത് സിൻഡ്രലയെയായിരുന്നു. അത്രമേൽ സുന്ദരിയായി സിൻഡ്രല കാണപ്പെട്ടിരുന്നു. അവിടുണ്ടായിരുന്ന മറ്റുള്ളവരെയൊക്കെയും അത് അതിശയിപ്പിച്ചിരുന്നു. വൈകാതെ ഡാൻസും തുടങ്ങി. പക്ഷേ ചടങ്ങുകൾക്കിടയിൽ എല്ലാം ഒന്ന് തടസ്സപ്പെടുത്തിക്കൊണ്ട് ഒരു ഗാർഡ് ഓടിക്കയറി വന്നു. രാജാവിന്റെ മുമ്പിലെത്തിയ ഗാർഡ് നിഗൂഢ സാഹചര്യത്തിൽ ഹാൻസ് കൊല്ലപ്പെട്ട് കിടക്കുന്നു എന്ന വാർത്ത രാജാവിനെ അറിയിച്ചു. ക്യാരേജ് പോകുന്ന വഴിയിലാണ് ഹാൻസിന്റെ മൃതദേഹം കണ്ടെത്തിയതെന്നും മൃതശരീരത്തിൽ പരിക്കുകൾ ഉണ്ടായിരുന്നെന്നും ദുരൂഹ സാഹചര്യമാണുള്ളതെന്നും അന്വേഷണം വേണമെന്നും ഗാർഡ് പറഞ്ഞു. വൈകാതെ എല്ലാ ക്യാരേജുകളും ചെക്ക് ചെയ്യുവാൻ രാജാവിന്റെ ആജ്ഞയെത്തി. വൈകാതെ പരിശോധനയും കഴിഞ്ഞു. റെഡിന്റെയും സിൻഡ്രലയുടെയും മത്തങ്ങ ക്യാരേജും പരിശോധിക്കപ്പെട്ടിരുന്നു. ഭാഗ്യവശാൽ ഒരു ക്യാരേജിലും രക്തക്കറകളോ ഒന്നും കണ്ടെത്തപ്പെട്ടില്ല. കാര്യം എന്തെന്നാൽ പോൾ ആദ്യമേ ക്യാരേജിലെ ബ്ലഡ് സ്റ്റെയിനുകൾ മുഴുവൻ തുടച്ചു മാറ്റിയിരുന്നു. പോൾ ആ വിവരം റെഡിനെയും സിൻഡ്രലയെയും അറിയിക്കുകയും ചെയ്തു. പക്ഷേ മറ്റൊരു തെളിവ് കിട്ടി. ഹാൻസിന്റെ മൃതശരീരത്തിന് സമീപം പാൽക്കട്ടിയുടെ കഷ്ണങ്ങൾ ലഭിച്ചിരുന്നു. പാൽക്കട്ടി ഒരുപാട് ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരിക്കും കില്ലറെന്നും അല്ലെങ്കിൽ അവിടെ അയാളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നിരിക്കും എന്നുള്ള അനുമാനം ഉയർന്നു വന്നു. അത് കേട്ടതും അവിടുണ്ടായിരുന്ന പോൾ തന്റെ കയ്യിലുണ്ടായിരുന്ന പാൽക്കട്ടി ഒളിപ്പിച്ചു വെച്ച് ഉടൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഈ കോലാഹലങ്ങൾ നടക്കുന്നതിനിടയിൽ മോശം വസ്ത്രം ധരിച്ചെത്തിയിരുന്ന ഗാർഡുകൾ തടഞ്ഞു നിർത്തിയിരുന്ന ആ സ്ത്രീ ആരും കാണാതെ കൊട്ടാരത്തിനകത്തേക്ക് കയറുന്നുണ്ടായിരുന്നു. വൈകാതെ ഹാൻസിന്റെ വീട്ടിലും രാജഭടന്മാർ പരിശോധനയ്ക്കെത്തി. രക്തം പതിഞ്ഞ ഒരു കല്ലും കഷ്ണം അവർക്ക് അവിടെ നിന്ന് ലഭിച്ചു. കൊലപാതകം അവിടെ വെച്ചായിരിക്കും നടന്നിരിക്കുക എന്നതോടെ അവർ ഊഹിച്ചെടുത്തു. കൂടാതെ അവിടെയുള്ള ഒരു ബാഗിൽ നിന്നും മുറിക്കപ്പെട്ട നിലയിൽ സ്ത്രീകളുടെ നീണ്ട മുടികളും അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തി. കില്ലർ ഒരുപക്ഷെ ഒരു സ്ത്രീയായിരിക്കാമെന്നും തൊട്ടടുപ്പിച്ച് മുടി വെട്ടിയിട്ടുണ്ടാകാം എന്നുമുള്ള ഒരു സംശയവും അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. അന്വേഷണ ഉദ്യോഗസ്ഥൻ ഒരു മുടിയെടുത്ത് കാട്ടിയപ്പോൾ അതിൽ ആനിന്റെ റിബൺ അടങ്ങിയ മുടിയും ഉണ്ടായിരുന്നു. ആനിന് അവളുടെ നീണ്ട മുടിയേറെ ഇഷ്ടമായിരുന്നു. അത് വെട്ടിയതിൽ തന്നെ ചെറിയ നിഗൂഢത തോന്നിയിരുന്നു. അടുത്ത ഘട്ടമെന്ന നിലയിൽ അവിടെ കൂടിയിരുന്ന ആ അടുത്ത് മുടിവെട്ടിയിരുന്ന എല്ലാ സ്ത്രീകളെയും പെൺകുട്ടികളെയും മുന്നിലേക്ക് നിർത്തി ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. ആ സമയം റെഡ് മുന്നോട്ട് വരികയും അന്വേഷണത്തിൽ താൻ സഹായിക്കാം എന്ന് രാജാവിനോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. രാജാവും അതിന് സമ്മതിച്ചു. റെഡ് മുന്നിലേക്ക് വന്ന് ആനിനെ ചോദ്യം ചെയ്തു. ആനിന്റെ മുടി വെട്ടിയതുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു ചോദ്യം. തനിക്ക് തന്റെ നീണ്ടുമുടി ഒരുപാട് ഇഷ്ടമായിരുന്നെന്നും രാവിലെ 10 മണിക്കാണ് ഹാൻസ് നിർബന്ധം പിടിച്ച് തന്റെ മുടി വെട്ടിമാറ്റിയത് എന്നും മാൻ പറഞ്ഞു. താൻ ഉച്ചതിരിഞ്ഞ് 1 മണിക്ക് കൊട്ടാരത്തിലേക്ക് എത്തുമ്പോൾ ഹാൻസും രാജകുമാരനും തമ്മിൽ വലിയ വാക്കുതർക്കം ഉണ്ടാവുന്നതിന്റെ ശബ്ദം താൻ കേട്ടിരുന്നു എന്നും പറയുന്ന കൂട്ടത്തിൽ ആൻ പറഞ്ഞു. അതോടെ രാജാവ് രാജകുമാരൻ ഗിൽബർട്ടിന് നേരെ തിരിഞ്ഞു. ഹാൻസിന്റെ മരണത്തിൽ ഗിൽബർട്ടിന് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന തരത്തിൽ ചോദ്യോത്തരങ്ങൾ ആരംഭിച്ചു. ഗിൽബർട്ട് പറഞ്ഞു, രാവിലെ ഹാൻസ് തന്റെ മേക്ക് ഓവറിന് റൂമിലേക്ക് വന്നിരുന്നു. അയാൾ ബാഗ് എടുത്തപ്പോൾ അതിൽ നിന്നും നീണ്ട മുടി താഴെ വീണു. ഗിൽബർട്ട് അപ്പോൾ ഹാൻസിനോട് ആ നീണ്ട മുടിയെപ്പറ്റി ചോദിച്ചു. ഹാൻസ് വല്ലാത്തൊരു ഭാവത്തിൽ പറഞ്ഞു, ഒരു പെൺകുട്ടിയും വളരെ സുന്ദരിയായി നീണ്ട മുടിയോടെ നിൽക്കുന്നത് തനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ഓരോ കാരണം പറഞ്ഞ് വിദഗ്ധമായി താൻ അവരുടെയൊക്കെ മുടി മുറിച്ചെടുക്കും. മാത്രമല്ല ആ കൂട്ടത്തിൽ പണ്ട് താൻ ചെയ്ത ഒരു പ്രവൃത്തി വെച്ച് ഹാൻസ് തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയും ചെയ്തു എന്നും ഗിൽബർട്ട് കൂട്ടിച്ചേർത്തു. ആ സംഭവം എന്തായിരുന്നെന്നാൽ ദേഷ്യം വന്ന ഒരിക്കൽ രാജാവിന്റെ കിരീടം ഗിൽബർട്ട് എറിഞ്ഞു കളഞ്ഞിരുന്നു. അതോടെ ഹാൻസിന്റെ കൊലപാതക കുറ്റം രാജകുമാരൻ ഗിൽബർട്ടിന്റെ നേരെ തിരിഞ്ഞു. പക്ഷേ ഹാൻസിന്റെ മരണത്തിന് താനല്ല ഉത്തരവാദി എന്ന് ഗിൽബർട്ട് വാദിച്ചു. താൻ ആ സമയം മലമുകളിലായിരുന്നെന്നും അങ്ങനെയുള്ള താനെങ്ങനെ ഹാൻസിനെ കൊലപ്പെടുത്തും എന്നുമായിരുന്നു ഗിൽബർട്ട് ചോദിച്ചത്.
മലമുകളിലേക്ക് രാജകുമാരൻ പോകുന്നത് ആരെങ്കിലും കണ്ടിരുന്നോ എന്നുടൻ രാജാവിന്റെ ചോദ്യമെത്തി. ആരും കണ്ടിട്ടില്ലെന്നും താൻ തനിച്ചാണ് പോയത് എന്നുമായിരുന്നു രാജകുമാരന്റെ വാദം. കഥ അവിടെ നിന്നും ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് നീങ്ങുന്നു. അന്ന് രാജകുമാരൻ ഗിൽബർട്ട് റമ്മി എന്നു പേരുള്ള കൊട്ടാരത്തിലെ ദാസിയുമായി പ്രണയത്തിലായിരുന്നു. രാജകുമാരൻ അവളെ പ്രപ്പോസ് ചെയ്യുക പോലും ചെയ്തിരുന്നു. പക്ഷേ കൊട്ടാരത്തിലെ ഒരു ബാല്യക്കാരിയെ വിവാഹം കഴിക്കുവാൻ രാജാവ് ഒരിക്കലും രാജകുമാരൻ അനുവാദം നൽകില്ലായിരുന്നു. രാജകുമാരൻ റമിയെ കണ്ട് പ്രപ്പോസ് ചെയ്തതിന്റെ അടുത്ത ദിവസം റമിയെ കാണാതായി. തന്റെ അച്ഛൻ രാജാവ് ബോവല്ലാണ് റമിയുടെ തിരോധാനത്തിന് പിന്നിൽ എന്നായിരുന്നു ഗിൽബർട്ട് കരുതിയതും. അതുകൊണ്ടാണ് ദേഷ്യത്തിൽ താൻ രാജാവിന്റെ കിരീടം ചവറ്റുകുട്ടയിൽ വലിച്ചെറിഞ്ഞത് എന്നും ഗിൽബർട്ട് പറഞ്ഞു. കാര്യങ്ങൾ അത്രയും ഗിൽബർട്ടിൽ നിന്ന് കേട്ടതും താൻ അതിൽ നിരപരാധിയാണെന്നും ആ പെൺകുട്ടിയുടെ തിരോധാനത്തിന് പിന്നിൽ തനിക്ക് യാതൊരു പങ്കുമില്ല എന്നും രാജാവ് പറഞ്ഞു. വൈകാതെ അന്വേഷണം അറിയാവുന്ന കാര്യങ്ങളുടെ സംഗ്രഹത്തിലേക്ക് കടന്നു. രാജകുമാരൻ രാജാവിന്റെ കിരീടം ചവറ്റുകുട്ടയിൽ ഇട്ടു എന്ന് സീക്രട്ട് ഹാൻസിന് അറിയാമായിരുന്നു. ഹാൻസ് അത് വെച്ച് രാജകുമാരനെ ബ്ലാക്ക്മെയിൽ ചെയ്തിരുന്നു. മാത്രമല്ല നീണ്ട മുടികളുള്ള പെൺകുട്ടികളെ, ഭംഗിയുള്ള പെൺകുട്ടികളെ ഹാൻസിന് ഇഷ്ടമായിരുന്നില്ല. എന്തു വില കൊടുത്തും അയാൾ അവരുടെ മുടി മുറിക്കുവാൻ എപ്പോഴും ശ്രമിച്ചിരുന്നു. ഹാൻസിന്റെ ആ കാര്യങ്ങൾ അന്ന് രാജകുമാരൻ മനസ്സിലാക്കിയെങ്കിലും തന്റെ സീക്രട്ട് വെളിയിൽ പറയും എന്ന് ഹാൻസ് ബ്ലാക്ക്മെയിൽ ചെയ്തതുകൊണ്ട് അതിനെതിരെ സംസാരിക്കുവാൻ രാജകുമാരന് സാധിച്ചിരുന്നില്ല. പിന്നീട് രാജകുമാരൻ ഒരു കാര്യം കൂടി രാജസദസ്സിൽ വ്യക്തമാക്കി. തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്ത് ഹാൻസ് തന്നോട് ഒരു ഹാൻഡ് ഹെൽഡ് മിറർ ആവശ്യപ്പെട്ടിരുന്നു എന്നായിരുന്നു അത്. ആദ്യം അത് കൊടുക്കണം എന്ന് ഗിൽബർട്ട് ആലോചിച്ചിരുന്നെങ്കിലും ഇത് തുടർന്നു പോയാൽ ശരിയാവില്ല എന്ന് ചിന്തിച്ച് അന്ന് രാത്രിയിൽ താൻ ഒക്കെയും രാജാവിനോട് തുറന്നു പറയാനിരിക്കുകയായിരുന്നു എന്നും ഗിൽബർട്ട് കൂട്ടിച്ചേർത്തു. ഹാൻസിന്റെയാൾ കണ്ണാടി വാങ്ങുവാൻ വന്നപ്പോൾ അതുകൊണ്ട് തന്നെ താൻ അത് കൊടുത്തതുമില്ല എന്നും ഗിൽബർട്ട് പറഞ്ഞു നിർത്തി. പക്ഷേ സംശയാസ്പദമായ സാഹചര്യത്തിൽ എല്ലാ തെളിവുകളും രാജകുമാരനെതിരായിരുന്നു. അതോടെ കൊലപാതക കുറ്റം ആരോപിക്കപ്പെട്ട് രാജകുമാരൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു. എന്താവും ഇനി സംഭവിക്കുക? യഥാർത്ഥത്തിൽ ഹാൻസിനെ കൊന്നത് രാജകുമാരൻ തന്നെയാണോ, അല്ലെങ്കിൽ ആരായിരിക്കും കൊലപാതകി? കഥയുടെ ആദ്യ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. തുടർന്ന് കാണുവാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അവസാന ഭാഗവുമായി ഉടൻ കണ്ടുമുട്ടാം. അതുവരെ ബൈ.